കഴിഞ്ഞ ദിവസം ഒരു യാത്രയിൽ ജുമുഅയ്ക്ക് വേണ്ടിയിട്ട് വഴിയരികിലുള്ള പള്ളിയിൽ കയറിയപ്പോൾ അവിടെ ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ എൻ്റെ തൊട്ടടുത്ത് ഒരു 19-20 വയസ്സ് മാത്രം തോന്നിക്കുന്ന നല്ല മുടിയൊക്കെ നീട്ടി സൈഡ് ക്രോപ്പ് ചെയ്ത് കയ്യിലൊരു ചങ്ങലയും ഒരുപാട് റിങ്സൊക്കെ ധരിച്ച് ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് സഞ്ചരിക്കുന്നു എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിലുള്ള അവൻ എൻ്റെ അടുക്കൽ നിന്ന് ഫലസ്തീനികൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനൽ മുസ്ലിമീന ഫി ഫിലസ്തീൻ എന്ന ഖത്തീബ് ഗദ്ഗദത്തോടുകൂടെ ദുആ ചെയ്തപ്പോൾ എത്ര ആത്മാർത്ഥതയിലാണെന്നറിയോ ആമീൻ പറഞ്ഞത്. നമ്മളൊക്കെ ഇത്തരം ആളുകളെക്കുറിച്ച് കാണുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ അവരെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പറയും, കണ്ടോ അവൻ്റെ പോക്ക് കണ്ടോ, അവൻ്റെ ജീവിതം കണ്ടോ. ഒരുപക്ഷെ അവൻ്റെയൊക്കെ ദുആ ആയിരിക്കും ആ ആമീൻ കേട്ടപ്പോൾ തോന്നിയത് അല്ലാഹു സ്വീകരിക്കുക. നമുക്കിടയിൽ എത്രയോ ആളുകളുണ്ട് അവരവരുടെ ജീവിത സാഹചര്യങ്ങളെ കൊണ്ടോ കൃത്യമായി പഠിക്കാൻ കഴിയാത്തത് കൊണ്ടൊക്കെ ഒരുപക്ഷെ ജീവിതശൈലിയും ലൈഫ് സ്റ്റൈലൊക്കെ മാറിയവർ, അവരുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈമാനികമായൊരു ഊർജം അവർക്കൊക്കെ ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലസ്തീനിൻ്റെ മക്കളെ പുഞ്ചിരിപ്പിക്കാതെ ഈ ലോകം അവസാനിപ്പിക്കുകയില്ല എന്നല്ലേ. ഫലസ്തീനികൾക്ക് അല്ലാഹു വലിയ രക്ഷയും ഖുദ്സിൻ്റെ മക്കൾക്ക് മോചനവും നൽകി അനുഗ്രഹിക്കട്ടെ.